നമസ്കാരം. ഈ മണിക്കൂറിലെ ഏറ്റവും പുതിയ വാർത്തകളുമായി 9 മണി വാർത്തകൾ ആരംഭിക്കുകയാണ്. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ 10ാം നാളിൽ ഇറാനിൽ മിന്നലാക്രമണം നടത്തിയ അമേരിക്ക. ഭൂമിക്കടിയിൽ പ്രഹരശേഷിയുള്ള B-2 ബോംബറുകൾ ലക്ഷ്യമിട്ടത് നദാൻസ്, ഫോർദോ, എസ്ഫഹാൻ ആണവ കേന്ദ്രങ്ങൾ. ഇറാൻ ഭീകരരാഷ്ട്രമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. A short time ago, the U.S. military carried out massive precision strikes on the 3 key nuclear facilities. Iran's key nuclear enrichment facilities have been completely and totally obliterated. Iran, the bully of the Middle East, must now make peace. അമേരിക്കയെ പ്രശംസിച്ച ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഉടൻ തിരിച്ചടിക്കുമെന്ന് ഇറാൻ. ഗവർണർക്കും രാജ്ഭവനും രൂക്ഷ വിമർശനം തുടർന്ന വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. പ്രതിഷേധങ്ങൾക്ക് പിന്നിൽ രാജ്ഭവനിലെ 2 RSSകാരെന്ന ആരോപണം. RSS ചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന ഒഴികെയുള്ള എന്താവശ്യവും പരിഗണിക്കുമെന്നും മന്ത്രി. രാജ്ഭവനിൽ ഉപയോഗിക്കാവുന്ന ചിഹ്നങ്ങളും ചിത്രങ്ങളും സംബന്ധിച്ച് പ്രോട്ടോകോൾ തയ്യാറാക്കാൻ സർക്കാർ നീക്കം. നിയമപരമായി നേരിടാൻ രാജ്ഭവൻ. കണ്ണൂരിൽ SDPI സദാചാര വിചാരണയ്ക്ക് പിന്നാലെ യുവതി ജീവനൊടുക്കിയ സംഭവത്തിൽ ഇന്ന് കൂടുതൽ അറസ്റ്റിന് സാധ്യത. യുവതിയുടെ ആത്മഹത്യാക്കുറിപ്പ് ശരിവെച്ച് ഒപ്പമുണ്ടായിരുന്ന യുവാവിന്റെ മൊഴി. പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയ സംഭവത്തിലും SDPIക്കാർക്കെതിരെ നടപടിയുണ്ടാകും. തിരുവനന്തപുരം മണ്ണന്തലയിൽ സഹോദരിയെ തല്ലിക്കൊന്ന സംഭവത്തിൽ ഊർജിതമായ അന്വേഷണത്തിന് പോലീസ്. കൊലയാളി സഹോദരനെ വിശദമായി ചോദ്യം ചെയ്യും. സുഹൃത്തിന്റെ പങ്കും അന്വേഷിക്കുന്നു. പോത്തൻകോട് സ്വദേശി ഷഹീനെ സഹോദരൻ ഷംസാദും കൂട്ടുകാരൻ വിശാഖും തല്ലിക്കൊന്നത് ഇന്നലെ വൈകിട്ട്. നിലമ്പൂരിലെ ജനവിധി നാളെ അറിയാം. വോട്ടെണ്ണൽ 8 മണി മുതൽ. നിറഞ്ഞ വിജയപ്രതീക്ഷയിൽ 3 മുന്നണികളും PV അൻവറും. താരസംഘടന അമ്മയുടെ ജനറൽ ബോഡി യോഗം രാവിലെ 10-ന് കൊച്ചിയിൽ. വോട്ടെടുപ്പ് ഒഴിവാക്കി പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കാൻ ശ്രമം. മോഹൻലാൽ തന്നെ പ്രസിഡന്റ് ആയേക്കും. സെക്രട്ടറി സ്ഥാനത്തേക്ക് ബാബുരാജിന് സാധ്യത. ലൊക്കേഷനുകളിൽ ലഹരി ഉപയോഗം തടയാനുള്ള പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ കത്തും ചർച്ചയാകും. 15 വർഷത്തിന് ശേഷം അമ്മ യോഗത്തിൽ പങ്കെടുക്കാൻ ജഗതി ശ്രീകുമാർ. എറണാകുളം കണ്ണമാലിയിലെ കടലാക്രമണത്തിന് പരിഹാരം തേടി സമരം നടത്തിയ വൈദികർക്കെതിരെ കേസെടുത്തു പോലീസ്. തോപ്പുംപടി പോലീസിന്റെ നടപടി ഗതാഗതവും സഞ്ചാരവും തടസ്സപ്പെടുത്തിയെന്ന കുറ്റം ചുമത്തി. വീണ്ടും കനത്ത മഴ വരുന്നു. ഇന്ന് പലയിടങ്ങളിലും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. മധ്യകേരളത്തിലും വടക്കൻ കേരളത്തിലുമായി 7 ജില്ലകളിൽ യെല്ലോ അലർട്ട്. വിശദമായി നോക്കാം ഓരോ വാർത്തയും. ഇറാനിലേക്ക് തന്നെയാണ് ആദ്യം പോകുന്നത്. ഇറാനിൽ ആക്രമണം നടത്തിയ അമേരിക്ക. ഫോർദോ, നദാൻസ്, ഇസ്ഫഹാൻ എന്നീ 3 ആണവ കേന്ദ്രങ്ങളിലാണ് B-2 ബോംബർ വിമാനങ്ങൾ ഉപയോഗിച്ച് ആക്രമണം നടത്തിയത്. സംഘർഷം തുടങ്ങി 10ാം ദിവസമാണ് അമേരിക്കയുടെ നേരിട്ടുള്ള ആക്രമണം. ദൗത്യം വിജയകരമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്ഥിരീകരിച്ചു. സമാധാനം വേഗത്തിൽ കൈവന്നില്ലെങ്കിൽ കൂടുതൽ ആക്രമണം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പും ട്രംപ് നൽകി. A short time ago, the U.S. military carried out massive precision strikes on the 3 key nuclear facilities in the Iranian regime, Fordo, Natanz, and Esfahan. Everybody heard those names for years as they built this horribly destructive enterprise. Our objective was the destruction of Iran's nuclear enrichment capacity and a stop to the nuclear threat posed by the world's #1 state sponsor of terror. Tonight I can report to the world that the strikes were a spectacular military success. Iran's key nuclear enrichment facilities have been completely and totally obliterated. Iran, the bully of the Middle East, must now make peace.
If they do not, future attacks will be far greater and a lot easier. For 40 years, Iran has been saying death to America, death to Israel. They have been killing our people, blowing off their arms, blowing off their legs with roadside bombs. That was their specialty. We lost over 1,000 people, and hundreds of thousands throughout the Middle East and around the world have died as a direct result of their hate. In particular, so many were killed by their general, Qasem Soleimani. I decided a long time ago that I would not let this happen. It will not continue. I want to thank and congratulate Prime Minister Bibi Netanyahu. We worked as a team like perhaps no team has ever worked before. And we've gone a long way to erasing this horrible threat to Israel. I want to thank the Israeli military for the wonderful job they've done. അമേരിക്കയുടേത് ശക്തമായ ഇടപെടൽ എന്നായിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രതികരണം. അതേസമയം ആക്രമണം സ്ഥിരീകരിച്ച ഇറാൻ ആണവ പദ്ധതികളെ ബാധിച്ചിട്ടില്ലെന്ന നിലപാടിലാണ്. US ആക്രമണത്തെ ഐക്യരാഷ്ട്രസഭ ആശങ്ക അറിയിച്ചു. നടപടി അന്താരാഷ്ട്ര സമാധാനത്തിനും സുരക്ഷയ്ക്കും ഭീഷണിയാണെന്ന് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് പ്രതികരിച്ചു. MG മിഥുനും കിരൺ ബാബുവും കൂടുതൽ വിശദാംശങ്ങളുമായി ചേരും. ആദ്യം MG മിഥുനിലേക്കാണ് പോകുന്നത്. മിഥുൻ, ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തി തങ്ങളുടെ കരുത്ത് എന്താണ് എന്നത് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചിരിക്കുകയാണ് അമേരിക്ക. ഒരു മുന്നറിയിപ്പായി ഈ വൺ ടൈം അറ്റാക്കിനെ എടുക്കണമെന്നാണ് ട്രംപ് പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇറാൻ. അപ്പോൾ പൂർണ്ണമായും പന്തുണ്ടായിരുന്നത് ഇറാന്റെ കോർട്ടിലാണ് ഇപ്പോൾ. പക്ഷേ ഇറാൻ തിരിച്ചടിക്കും എന്നുള്ള നിലപാടിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തുകയാണ് എന്നാണ് ഇറാന്റെ ഏറ്റവും ഒടുവിലായി വന്ന പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ പശ്ചിമേഷ്യയിലെ സാഹചര്യം കൂടുതൽ അതീവ സങ്കീർണമായി മാറാൻ പോവുകയാണ്. ആര്യ, തീർച്ചയായും അങ്ങനെ തന്നെയാണ് നമുക്ക് കരുതേണ്ടിയിരിക്കുന്നത്. കാരണം ഇപ്പോൾ ഇറാന്റെ ഔദ്യോഗികമായിട്ടുള്ള പ്രതികരണങ്ങൾ പുറത്തു വരുമ്പോൾ ചേർത്ത് വായിക്കപ്പെടേണ്ടത് ഇക്കാര്യങ്ങളിലേക്ക് തന്നെയാണ്. കാരണം വലിയൊരു മുന്നറിയിപ്പ്, അതും ഒരു പ്രിസിഷൻ സ്ട്രൈക്കിലൂടെ അമേരിക്ക മുന്നോട്ട് വെക്കുമ്പോൾ അതിലൊന്നും തന്നെ തങ്ങൾ തളരുന്നില്ല, അതിലൊന്നും തന്നെ വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടില്ല. നേരത്തെ തന്നെ ഈ 3 ആണവ കേന്ദ്രങ്ങളിലെയും കാര്യങ്ങളൊക്കെ ഒഴിപ്പിച്ചതാണ്. അതുകൊണ്ട് തന്നെ പ്രദേശത്തോ മറ്റിടങ്ങളിലോ ഒന്നും തന്നെ ഹാനികരമാകുന്ന തരത്തിലുള്ള ഒരു വസ്തുക്കളോ ഈ ആണവ കേന്ദ്രങ്ങളിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ള നിലപാട് ഇറാൻ അറിയിക്കുന്നു. ഒപ്പം തന്നെ ഇനി തങ്ങളുടെ ടേണാണ്, ഇനി തിരിച്ചടി നൽകാനുള്ള സമയമാണ്. അത് ഒട്ടും വൈകാതെ തന്നെ ആ തിരിച്ചടി US നേരെയും ഒപ്പം തന്നെ ഇസ്രായേലിന് നേരെയും ഉണ്ടാകുമെന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി, തിരിച്ചൊരു പ്രത്യാക്രമണം നടത്തുന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി ഇപ്പോൾ ഇറാന്റെ ഭാഗത്ത് നിന്ന് വരുന്നു എന്നുള്ളത് തന്നെയാണ്. ഒപ്പം തന്നെ ഇനി US മിലിറ്ററി ഒപ്പം തന്നെ സിറ്റിസൺസ് എല്ലാം തന്നെ ഞങ്ങളുടെ ശത്രുക്കളായി മാറുന്നു, അവർ ഓരോരുത്തരും തങ്ങളുടെ ശത്രുക്കളാണ് എന്ന രീതിയിൽ ഉള്ള പ്രസ്താവനകൾ കൂടി ഇപ്പോൾ ഇറാൻ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നു. അങ്ങനെ പശ്ചിമേഷ്യ കൂടുതൽ സങ്കീർണമായ സ്ഥിതിവിശേഷത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. ഈ ഒരു മുന്നറിയിപ്പ്, US മുന്നറിയിപ്പ് പോലും വകവയ്ക്കാതെ ഇറാൻ സധൈര്യം മുന്നോട്ട് പോകുന്ന കാഴ്ച കാണാൻ സാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ എങ്കിൽ കൂടുതൽ യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്യും. നിലവിൽ ഈ ട്രംപ് വ്യക്തമാക്കിയത് അല്പസമയത്തിന് മുമ്പ് രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചപ്പോൾ ട്രംപ് വ്യക്തമാക്കിയ ഒരു കാര്യം, ഇതൊരു സൂചന മാത്രമാണ്. ഇനി സമാധാനത്തിനുള്ള സമയമാണ്, അതിന് തയ്യാറാകണം, ചർച്ചകൾക്ക് തയ്യാറാകാൻ ഇറാൻ തയ്യാറാകണം. അതല്ല എങ്കിൽ ഇതിലും വലിയ പ്രഹരം ഇറാന് ഏൽക്കേണ്ടി വരും. അത്തരത്തിലുള്ള ആക്രമണത്തിലേക്ക് തങ്ങൾ കടക്കുമെന്ന് ഇപ്പോൾ വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ഡോക്ടർ മോഹൻ വർഗീസ്, തിരിച്ചടിക്കാൻ തന്നെ തുനിഞ്ഞിറങ്ങുകയാണ് ഇറാൻ എന്നാണ് പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. എന്തായിരിക്കാം ഇനി മുന്നോട്ട് നമ്മൾ പ്രതീക്ഷിക്കേണ്ട സാഹചര്യം അങ്ങനെയെങ്കിൽ? ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയായ അമേരിക്കയുടെ നേരെയാണ് തിരിച്ചടിക്ക് വേണ്ടി ഇറാൻ ഇപ്പോൾ കോപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് ഈ വാർത്തയെ ശ്രദ്ധേയമാക്കുന്നത്. യഥാർത്ഥത്തിൽ അമേരിക്ക പറയുന്നത് ഒരു വൺ ടൈം അറ്റാക്കാണ്, എന്നിട്ടൊരു ലോങ് റോപ്പ് കൊടുക്കുകയാണ് ഇറാന്. നിങ്ങൾ സമാധാനം ആഗ്രഹിക്കുന്നു എങ്കിൽ ആണവ കരാർ ഒപ്പിടൂ. അപ്പം അമേരിക്ക ഉദ്ദേശിക്കുന്ന ലൈനിലായിരിക്കണം ആണവ കരാർ ഒപ്പിടേണ്ടത്. പക്ഷെ അതിന് സാധ്യമല്ല എങ്കിൽ ഇറാൻ തിരിച്ചടിക്കുക എന്നതല്ലാതെ അമേരിക്ക ഇപ്പോൾ ഇറാനെ ആക്രമിച്ചിരിക്കുന്നു. അപ്പോൾ അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങളാണ് ചുറ്റുപാടുമുള്ളത്. 19ഓളം നിരവധി സൈനിക കേന്ദ്രങ്ങൾ UAE-യിലും സൗദി അറേബ്യയിലും ഖത്തറിലും ഒമാനിലും ഇറാഖിലും എല്ലാമായി ചിതറി നിൽക്കുന്ന ഏതാണ്ട് 47,000-ഓളം സൈനികരുള്ള സൈനിക ക്യാമ്പുകളാണ്. അവിടെ അമേരിക്കയുടെ വലിയ രീതിയിലുള്ള വ്യോമ വിന്യാസമുണ്ട്. F-16, F-22, F-35 വിമാനങ്ങളുടെ ഒരു വലിയ നിര തന്നെ അവിടെയുണ്ട്. അതോടൊപ്പം തന്നെ
അമേരിക്കൻ ബാറ്റിൽ ഷിപ്പുകൾ, വലിയ രീതിയിൽ ഡിസ്ട്രോയേഴ്സ് അവിടെയുണ്ട്. ഇതിനേക്കാൾ എല്ലാം പ്രധാനമാണ് അമേരിക്കയുടെ ചലിക്കുന്ന എംപയർ എന്നുകൂടി അറിയപ്പെടുന്ന ഈ നാവിക വിന്യാസം. അതാണല്ലോ വിമാനവാഹിനി കപ്പലുകൾ. നിരവധി വിമാനവാഹിനി കപ്പലുകൾ ആ പ്രദേശത്തുണ്ട്. അത് മധ്യധരണിയാഴിയിലും പേർഷ്യൻ ഗൾഫ് മേഖലയിലും ചെങ്കടൽ മേഖലയിലുമായി വിന്യസിച്ചിരിക്കുന്ന വിമാനവാഹിനി കപ്പലുകളിൽ നിന്നും കുതിച്ചുവരാൻ സന്നദ്ധമായി നിൽക്കുന്ന നൂറുകണക്കിന് വിമാനങ്ങളുണ്ട്. ഇതിനെല്ലാം കൂടി ഒറ്റയടിക്ക് ആക്രമിക്കുക എന്നത് എളുപ്പമുള്ളൊരു കാര്യമല്ല. പക്ഷേ സിംബോളിക് ആയിട്ടെങ്കിലും ഇറാന്റെ മുഖം നഷ്ടപ്പെടാതെ ഇരിക്കണം എങ്കിൽ അമേരിക്കക്കെതിരെ ഒരു ആക്രമണം ഉണ്ടാവണം. അത് ഹൂതികൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു വെച്ചു. അമേരിക്കൻ വ്യാപാര കപ്പലുകൾക്കെതിരെ ചെങ്കടൽ മേഖലയിൽ ബാബ് അൽ മന്ദേബ് കടന്നു വരുന്ന കപ്പലുകൾക്ക് നേരെ തങ്ങൾ ആക്രമണം അഴിച്ചുവിടും. അവശേഷിക്കുന്ന കപ്പാസിറ്റി ഹൂതികൾക്കുണ്ട് എങ്കിൽ ഹൂതികളുടെ കപ്പാസിറ്റിയും ഏറെ ക്ഷയിച്ചിരിക്കുന്നു. ഹമാസും ഹെസ്ബുള്ളയും ക്ഷയിച്ചതുപോലെ ഹൂതികളുടെ പ്രഹരശേഷിയും ഏറെ കുറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ കാലങ്ങളിലെ യുദ്ധത്തിൽ. അവർ പറയുന്നത് വിശ്വസിക്കാമെങ്കിൽ സിംബോളിക് ആയിട്ടെങ്കിലും ചില വ്യാപാര കപ്പലുകൾക്കെതിരെ, എണ്ണ കപ്പലുകൾക്കെതിരെ, എണ്ണ ടാങ്കറുകൾക്കെതിരെ ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. ഡോക്ടർ മോഹൻ വർഗീസ്, അങ്ങനെയെങ്കിൽ അമേരിക്ക തിരിച്ചു വീണ്ടും അടിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കരുത്തരായ അമേരിക്കയ്ക്ക് നേരെ ഇത്തരത്തിൽ ഒരു പോർമുഖം തുറക്കാനുള്ള ആത്മവിശ്വാസം അത് ഇറാൻ എവിടെ നിന്ന് ലഭിക്കുന്നു? ഇത് ഒരു ലെവലിൽ കഴിഞ്ഞാൽ പിന്നെ ഇത് ആത്മവിശ്വാസത്തിന്റെ ഒരു വിഷയമല്ല. ഇതൊരു ജിങ്കോയിസം എന്ന് പറയും. കാരണം മുൻപിൽ ഒന്നും തന്നെ കാണുന്നില്ല എങ്കിൽ പോലും ശക്തമായ ചില പ്രസ്താവനകളിലൂടെ തങ്ങൾ ഇപ്പോൾ ഇത് ചെയ്യും എന്ന പ്രസ്താവനകളിലൂടെ അങ്ങനെ മാത്രമേ രാജ്യത്തിന്റെ ജനതയെ ഒരുമിച്ച് നിർത്താനാവൂ. ഇറാൻ 9 കോടിയിൽ പരം ജനങ്ങളുള്ള ഒരു രാജ്യമാണ്. ഈ ജനതയുടെ ആത്മവിശ്വാസം കെടാതെ സൂക്ഷിക്കണമെങ്കിൽ അങ്ങനെ ഒരു പ്രസ്താവനകൾ ഉണ്ടായിക്കില്ലേ പറ്റൂ. പക്ഷെ അതിനുള്ള കപ്പാസിറ്റി ഉണ്ടോ, അതിനുള്ള സാങ്കേതിക വിദ്യയുണ്ടോ അമേരിക്ക പോലെയുള്ള രാജ്യവുമായി മുട്ടം വിട്ട് നിൽക്കാനുള്ള ഒരു കരുത്ത്, ശേഷിയും ക്ഷേമശിയും ഇറാനുണ്ടോ എന്നതാണ് പ്രധാനം. ഇനി കുറച്ചു കാലം പ്രതിരോധിച്ച് നിൽക്കുമ്പോൾ ലോകരാഷ്ട്രീയം മാറിമറിയുകയും ചൈനയും റഷ്യയും ആക്റ്റീവായി രംഗത്ത് വരികയും ചെയ്യുന്ന ഒരു സാഹചര്യമായിരിക്കും ഇറാൻ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ പ്രസ്താവനകളിലൂടെ മാത്രം സഹായിച്ചുകൊണ്ടിരിക്കുന്ന ചൈനയും റഷ്യയും ഒരുപക്ഷെ നേരിട്ട് രംഗത്ത് വരാനുള്ള ഒരു സാധ്യത പൂർണ്ണമായി തള്ളിക്കളയാനുമാവില്ല. അങ്ങനെ നേരിട്ട് വന്നാൽ ഇറാന് സൈനിക ആയുധങ്ങൾ കൈമാറ്റം ചെയ്യുക എന്നത് മാത്രമാണോ, ഇറാനുള്ള വ്യോമ പ്രതിരോധം ഒരുക്കുക എന്നതാകുമോ, അതോ നേരിട്ട് അമേരിക്ക യുദ്ധത്തിൽ പ്രവേശിച്ചതുപോലെ നേരിട്ട് സൈനിക താവളങ്ങളെ ആക്രമിക്കാൻ അമേരിക്കയുടെയോ ഇസ്രയേലിന്റെയോ സൈനിക താവളങ്ങളെ ആക്രമിക്കാൻ ഈ ഘട്ടത്തിൽ ചൈനയോ റഷ്യയോ മുതിരുമെന്ന് കരുതാനുമാവില്ല. അതുകൊണ്ട് ഇറാൻ ഇപ്പോൾ ബാക്ക് ഫുട്ടിൽ തന്നെയാണ്, ഡിഫൻസീവിൽ തന്നെയാണ്. പക്ഷേ ഒഫൻസീവ് സ്റ്റേറ്റ്മെന്റുകൾ ഇതിനുള്ളിൽ വരുന്നു എന്നത് ആത്മവിശ്വാസം ഉയർത്തി നിർത്താനുള്ള ഒരു തന്ത്രമായിട്ട് മാത്രമേ ഈ ഘട്ടത്തിൽ കരുതാനാവൂ. ഒരു സിംബോളിക് തിരിച്ചടി നൽകുന്നതിനപ്പുറം ഇനി ഒന്നും നോക്കാതെ മുന്നോട്ട് പോയി ശക്തമായി അങ്ങ് തിരിച്ചടിച്ചു കളയാം എന്നുള്ള ഒരു ആലോചനയിലാണെങ്കിൽ അതിനുള്ള വിഭവ സമ്പത്ത്, ആയുധ സമ്പത്ത് അടക്കം ഉണ്ടോ ഇറാന്? മിസൈലുകൾ മാത്രമാണ് ഇറാൻ കൈവശമുണ്ട് എന്ന് പറയുന്നത്. മിസൈലുകളാണ്. വിമാനങ്ങൾ ഉണ്ട് എന്ന് നിസ്തർക്കമാണ്. പക്ഷെ ആ വിമാനങ്ങൾക്ക് ഗ്രൗണ്ടിൽ നിന്നും കുതിച്ചുയരാൻ കഴിഞ്ഞാൽ വ്യോമ ആധിപത്യം അമേരിക്കയ്ക്കും ഇസ്രയേലിനും ആയതുകൊണ്ട് ഇറാനിയൻ വിമാനങ്ങൾക്ക് കാര്യമായ പ്രഹരം നൽകാനാവില്ല. അവശേഷിക്കുന്നത് മിസൈലുകൾ മാത്രമാണ്. അതും ആവനാഴിയിലെ അവസാന മിസൈൽ വരെ പ്രയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താണ് ചെയ്യുക? അപ്പൊ ഒരു കരയുദ്ധത്തിൽ ആകെയുള്ള ഇറാന്റെ ബലം ഒരു കരയുദ്ധത്തിലൂടെ ഇറാനെ പരാജയപ്പെടുത്തുന്നത് എളുപ്പമുള്ളൊരു കാര്യമല്ല, ഏതാണ്ട് അസാധ്യമാണെന്ന് വേണമെങ്കിൽ പറയാം. ഇത് ശ്രമിക്കാനാവുന്ന പരമാവധി ഇറാനെ വ്യോമ പ്രതിരോധം കംപ്ലീറ്റ് നശിപ്പിക്കുകയും ന്യൂക്ലിയർ ഫെസിലിറ്റീസ് പൂർണ്ണമായി തച്ചുടക്കുകയും ചെയ്യുക വഴി റെജീം ചേഞ്ചിലേക്ക് ആത്യന്തികമായി അടുത്ത് നിൽക്കുകയും ജനങ്ങളെ, ഒരു വിഭാഗം ആളുകളെയെങ്കിലും ഇസ്രായേലിന്റെ മൊസാദും മറ്റും ചേർന്ന് റവല്യൂഷണറി IRGCയുടെ ഒരു വിഭാഗത്തെയും കൂടെ നിർത്തിക്കൊണ്ട് ഒരു ഭരണമാറ്റത്തിലേക്ക്, സൈനിക അട്ടിമറിയിലേക്കോ ജനകീയ പ്രക്ഷോഭത്തിലേക്കോ നയിക്കുക എന്ന ഒരു ആത്യന്തിക പദ്ധതി ഒരുപക്ഷെ ഇതിനു പിന്നിൽ നിന്നും വായിച്ചെടുക്കാൻ കഴിയും. അല്ലാതെ അമേരിക്കൻ സൈന്യമോ ഇസ്രായേലി സൈന്യമോ കയറി ഇറാന്റെ പൂർണ്ണമായ പ്രദേശങ്ങൾ കൈയടക്കി ഒരു ഭരണമാറ്റം എന്നത് ഒട്ടും സാധ്യമായ ഒരു കാര്യമല്ല. പക്ഷെ ഇറാന്റെ ഡാമേജ് വളരെ ഭീകരമായിരിക്കും. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇറാൻ ഇപ്പോൾ പ്രതികരിക്കുന്നത്. തങ്ങളുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ മാത്രമേ ആയുധങ്ങളാവില്ല, പക്ഷെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ മാത്രമാണ് ഇറാന്റെ സഹായത്തിന് എത്തുക എന്നതും നിസ്തർക്കമായ കാര്യമാണ്. ഡോക്ടർ മോഹൻ വർഗീസ്, ഒരു കാര്യം കൂടി, ഇപ്പോൾ ഇറാൻ ഒരു പക്ഷേ പ്രതീക്ഷിക്കുന്നത് ആ പിന്തുണ ഉണ്ട് താനും, റഷ്യയുടെയും ചൈനയുടെയും പിന്തുണയുണ്ട്. അപ്പോൾ അവർ കൂടി ഈ യുദ്ധമുഖത്തേക്ക് എത്തി ഇപ്പോൾ അമേരിക്ക നടത്തിയതുപോലെ ഇസ്രായേലിന് വേണ്ടി നടത്തിയ ഒരു സർജിക്കൽ സ്ട്രൈക്ക് പോലെ നേരിട്ടുള്ള ഒരു ആക്രമണത്തിന് അവർ കൂടി സഹായിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടാകും. പക്ഷേ നേരത്തെ ചില വിദേശകാര്യ വിദഗ്ധരൊക്കെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ റഷ്യയ്ക്ക് ഇപ്പോൾ അത്തരത്തിൽ ഉള്ള ഒരു ആയുധ സഹായം നൽകുന്നതിന്, സൈനിക സഹായം നൽകുന്നതിനുള്ള കരുത്തില്ല. 2 വർഷത്തിലധികമായി യുക്രൈനുമായിട്ടുള്ള യുദ്ധം തുടർന്നുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്കറിയാം. അതിനുപോലും നോർത്ത് കൊറിയയുടെ അടക്കം സഹായം റഷ്യ ഇപ്പോൾ നിരന്തരം ലഭിക്കുകയും ചെയ്യുന്നുണ്ട്.
അപ്പോൾ ആ സാഹചര്യത്തിൽ പൂർണ്ണമായും ഇറാനെ ഈ ഘട്ടത്തിൽ സഹായിക്കാൻ, ഇത്തരത്തിൽ സൈനികമായും ആയുധപരമായും ഒക്കെ സഹായിക്കാനുള്ള കരുത്ത് റഷ്യക്ക് ഈ ഘട്ടത്തിലുണ്ടോ? കൃത്യമായ നിരീക്ഷണമാണ്. റഷ്യക്ക് ആ ഒരു കരുത്തില്ല എന്ന് ഉക്രൈനുമായി യുദ്ധത്തിൽ വലിയ തോതിലുള്ള തിരിച്ചടികൾ റഷ്യക്ക് ലഭിച്ചു. അത് മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ചതുപോലെ നോർത്ത് കൊറിയയിലെ കിം ജോങ് ഉന്നിന്റെ പോലും ആയുധങ്ങൾ വാങ്ങേണ്ട ഒരു ഗതികേട്, സഹായം സ്വീകരിക്കേണ്ട ഒരു ഗതികൾ, എന്തിന് ഇറാന്റെ പോലും ഡ്രോണുകളും മിസൈലുകളും സ്വീകരിച്ചുകൊണ്ടാണ് റഷ്യ ഉക്രൈനെതിരെ പ്രതിരോധിച്ചു നിൽക്കുന്നത്, അല്ലെങ്കിൽ ആക്രമണം അഴിച്ചുവിടുന്നത്. ഇതെല്ലാം വസ്തുതകളായിരിക്കെ റഷ്യക്ക് ഈ പ്രസ്താവന സാഹിത്യത്തിൽ ഏർപ്പെടാം എന്നല്ലാതെ യഥാർത്ഥത്തിൽ ഇറാനെതിരെ വലിയ ഒരു സൈനിക നീക്കം നേരിട്ട് നടത്താൻ, അതായത് മൾട്ടിപ്പിൾ വാർ ഫ്രണ്ടുകൾ തുറക്കുക എന്നാണ് അർത്ഥം. ഉക്രൈനിലുള്ള വാർ ഫ്രണ്ടിന് പുറമെ ഏഷ്യൻ പ്രദേശത്തും വാർ ഫ്രണ്ട് തുറക്കുക എന്നത് റഷ്യക്ക് ചിന്തിക്കാനാവുന്ന ഒരു കാര്യമല്ല. പക്ഷേ ശക്തമായ പ്രസ്താവനകളിലൂടെ അമേരിക്കയെ പ്രതിരോധിക്കാനാവുമോ എന്നതായിരുന്നു കഴിഞ്ഞ ദിവസം വരെ റഷ്യ നോക്കിയിരുന്നത്. ആ രീതിയിലുള്ള പ്രസ്താവനയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. അതിന് പുല്ല് വില പോലും കൽപ്പിക്കുന്ന ഒരു തീരുമാനമല്ല അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. അത് അമേരിക്ക ഇച്ഛിച്ചത്, അല്ലെങ്കിൽ ട്രംപ് ആഗ്രഹിച്ചത് നടപ്പാക്കുന്ന ഒരു രംഗമാണ്. ഇങ്ങനെ ഒരാൾ രണ്ടും കൽപ്പിച്ച് നിൽക്കുമ്പോൾ അതിനെതിരെ പ്രതിരോധം ഒരുക്കുക എന്നതോ ആക്രമണം സജ്ജീകരിക്കുക എന്നതോ എളുപ്പമുള്ളൊരു കാര്യമല്ല എന്ന് റഷ്യയും ചൈനയും തിരിച്ചറിയുന്നു. ചൈനയ്ക്ക് ഒരുപക്ഷെ അതിനുള്ള മറ്റ് യുദ്ധങ്ങളിലേക്കൊന്നും വലിച്ചെടുക്കപ്പെടാത്ത ചൈനയ്ക്ക് ഒരുപക്ഷെ ആയുധശേഷിയുണ്ട്, സാങ്കേതിക വിദ്യയുണ്ട്, മിസൈലുകളുണ്ട്, സൈനികരുടെ പിൻബലമുണ്ട്, ലോകത്തെ ഏറ്റവും വലിയ ആർമി റെഡ് ആർമിയാണ്, അതെല്ലാം ഉണ്ട്. പക്ഷേ ഇതിനു വേണ്ടി ഒരു വലിയ ലോകമഹായുദ്ധത്തിലേക്ക് വലിച്ചിഴക്കപ്പെടുന്ന രീതിയിൽ കാര്യങ്ങൾ സംഭവിക്കാൻ ചൈന ആഗ്രഹിക്കുന്നില്ല. ചൈനീസ് ഇക്കോണമി നിലനിർത്തുക, അതിന് വേണ്ട നീക്കുപോക്കുകൾ നടത്തിയാണെങ്കിലും അന്യരുടെ യുദ്ധത്തിൽ പങ്കെടുക്കാതെ ഇരിക്കുക എന്നത് ചൈനയുടെ ഒരു നയമാണ്. അതുകൊണ്ട് എത്രത്തോളം ചൈന കമ്മിറ്റ് ചെയ്യും, സൈനികമായി എത്രത്തോളം കമ്മിറ്റ് ചെയ്യും എന്നത് ഇപ്പോൾ ചിന്തിക്കാനാവില്ല. എനിക്ക് തോന്നുന്നത് ചൈന മാറി നിൽക്കും എന്ന് തന്നെയാണ് കരുതുന്നത്. ശക്തമായ പ്രസ്താവനകൾ ഉണ്ടാകും, സമാധാനം സ്ഥാപിക്കണമെന്ന പ്രസ്താവനകൾ ഉണ്ടാകും. അതിന് ഉപരിയായ സൈനിക നീക്കം ചൈനയുടെയോ റഷ്യയുടെയോ ഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കാനാവില്ല. പരമാവധി ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിന്, പുഷ്ടീകരിക്കുന്നതിന് ഒരുപക്ഷെ ചൈനയിൽ നിന്നും മിസൈലുകളുടെയോ വ്യോമ പ്രതിരോധ ബാറ്ററികളുടെയോ ഒരു കണ്ടിൻജന്റ് ഇറാനിലെത്തിയേക്കാൻ സാധ്യതയുണ്ട്. അത് മാത്രമല്ല, വ്യാപാര താല്പര്യം തന്നെയാണ് ചൈനയ്ക്ക് പ്രധാനം. ഏറ്റവും അധികം എണ്ണ ഇറാനിൽ നിന്ന് വാങ്ങുന്നത് ചൈനയാണ്. റഷ്യക്ക് എണ്ണയുടെ ആവശ്യമില്ല, റഷ്യക്ക് എണ്ണ സർപ്ലസ് ആണ്, റഷ്യ എണ്ണ വിൽക്കുന്ന രാജ്യമാണ്. അതുകൊണ്ട് സാമ്പത്തിക വ്യാപാര ബന്ധം പങ്കാളി എന്ന നിലയിലും തന്ത്രപരമായ ഒരു പങ്കാളി എന്ന നിലയിലും പൂർണ്ണമായി ഇറാനെ കൈവിടാനും ചൈനയ്ക്കാവാത്ത ഒരു വൈതരണിയിലാണ് ഇപ്പോൾ റഷ്യയും ചൈനയും നിൽക്കുന്നത്. കൃത്യമായ നിരീക്ഷണമാണ് ഡോക്ടർ മോഹൻ വർഗീസ്. ഒരു കാര്യം കൂടി, അതായത് ഇതിപ്പോൾ യുഎസിന്റെ സൈനിക താവളങ്ങൾക്ക് നേരെയുള്ള ആക്രമണത്തിനപ്പുറം ഈ ഘട്ടത്തിൽ ഒരു തിരിച്ചടി എന്ന വണ്ണം ഒരുപക്ഷെ ഇസ്രയേലിന് നേരെ ആക്രമണം കൂടുതൽ കടുപ്പിക്കാനുള്ള ഒരു സാധ്യതയുണ്ടോ ഇറാൻ? ആ സാഹചര്യത്തെ എങ്ങനെയാണ് താങ്കൾ നോക്കിക്കാണുന്നത്? ഇസ്രയേലിനെതിരെയുള്ള, അതാണ് ഏറ്റവും എളുപ്പ വഴി എന്ന് പറയുന്നത്. ഇസ്രയേലിനെതിരെയുള്ള ആക്രമണം കടുപ്പിക്കുക തന്നെയാണ് ഇറാൻ ഈ ഘട്ടത്തിൽ കരണീയമായിട്ടുള്ളത്. അതിന് കുറ്റം പറയാനാവില്ല. അതിനുള്ള ശക്തി ഇറാനുണ്ട്, അത് തെളിയിച്ചതുമാണ്. അപ്പം ഇതുവരെ ഉള്ളതിനേക്കാൾ കൂടുതൽ ശക്തിയോടുകൂടി അവതാരിയിലെ അവസാന ആയുധവും ഉപയോഗിച്ചുകൊണ്ട് ഇസ്രയേലിനെതിരെ ആഞ്ഞടിക്കുക എന്ന ഒരു നിലപാടായിരിക്കും ഇമ്മീഡിയറ്റ് ആയി ഇറാൻ എടുക്കുന്നത്. കാരണം അല്ല എങ്കിൽ ഇറാന് മുഖം നഷ്ടപ്പെടും. ഇത്രയും വലിയ ആക്രമണം നേരിടുമ്പോഴും അമേരിക്കൻ സൈന്യത്തെ ഒന്നും ചെയ്യാനാവുന്നില്ല, മറ്റാരും രംഗത്ത് വരുന്നില്ല എങ്കിൽ പിന്നെ അവശേഷിക്കുന്നത് ഇസ്രയേലിന്റെ വൻ നഗരങ്ങളിൽ ടെൽ-അവീവിലും ഹൈഫയിലും ജെറുസലേമിലും ഉൾപ്പെടെ അതിശക്തമായ ആക്രമണം അടുത്ത 24 മണിക്കൂറിൽ അഴിച്ചുവിടാനാവും ഇറാന്റെ ശ്രമം. അങ്ങനെ കുറെയൊക്കെ മുഖം രക്ഷിക്കാൻ ഇറാന് സാധിക്കുമെന്നാണ് എന്റെ നിഗമനം. ശരി, വളരെ കൃത്യമായ വിശകലനമാണ് ഡോക്ടർ മോഹൻ വർഗീസ്, വിദേശകാര്യ വിദഗ്ധൻ, നടത്തിയിരിക്കുന്നത്. വളരെ നന്ദി ഡോക്ടർ മോഹൻ വർഗീസ് ഈ ഘട്ടത്തിൽ ഞങ്ങളോടൊപ്പം ചേർന്നതിന്. എന്തായാലും ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ കൂടി കേൾക്കാം. Congratulations, President Trump. Your bold decision to target Iran's nuclear facilities with the awesome and righteous might of the United States will change history. Israel has done truly amazing things. But in tonight's action against Iran's nuclear facilities, America has been truly unsurpassed. It has done what no other country on earth could do. History will record that President Trump acted to deny the world's most dangerous regime the world's most dangerous weapons. President Trump and I often say, peace through strength. First comes strength, then comes peace. And tonight, President Trump and the United States acted with a lot of strength. President Trump, I thank you. The people of Israel thank you.
the forces of civilization thank you. God bless America, God bless Israel, and may God bless our unshakable alliance, our unbreakable faith. ഈ ദിവസം ചരിത്രത്തിൽ അടയാളപ്പെടുത്തുമെന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത്. ട്രംപിന്റെ ഈ നീക്കവും തിരിച്ചടിയും ശക്തമായ ആക്രമണവും എപ്പോഴും ചരിത്രത്തിൽ ഒരു പ്രധാന ഏടായി ഉണ്ടാകും. ട്രംപിന് കൺഗ്രാറ്റുലേഷൻസ് പറയുകയാണ് ബെഞ്ചമിൻ നെതന്യാഹു, ഇസ്രായേൽ പ്രധാനമന്ത്രി. അതോടൊപ്പം തന്നെ അമേരിക്ക ഒരിക്കൽ കൂടി കരുത്ത് കാട്ടുകയാണ്, മനസ്സിലാക്കി കൊടുക്കുകയാണ് അമേരിക്കയുടെ കരുത്തെന്താണ്, വിഭവശേഷി, ആയുധശേഷി എത്രത്തോളം കരുത്തുറ്റതാണ് എന്നുള്ളത്. ബ്രിഗേഡിയർ വേണു നായർ കൂടി നമുക്കൊപ്പം ഈ ഘട്ടത്തിൽ ചേരുകയാണ്. നമസ്കാരം ശ്രീ ബ്രിഗേഡിയർ വേണു നായർ. ഇപ്പോൾ കരുത്തുറ്റ ഒരു ആക്രമണം തന്നെ, ഒരു സർജിക്കൽ സ്ട്രൈക്ക് തന്നെ അമേരിക്ക നടത്തിയിട്ടുണ്ട്. അമേരിക്കയുടെ കരുത്ത് എത്രത്തോളമാണ് എന്നുള്ളത് ലോകത്ത് എല്ലാവർക്കും വ്യക്തമായ കാര്യവുമാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും അത് മനസ്സിലാക്കിയിട്ടും ഇറാൻ വീണ്ടും ഒരു തിരിച്ചടിക്ക് മുതിരുകയാണ് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി വന്ന പ്രസ്താവനയിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അതിനുള്ള കരുത്ത് ഇറാൻ ഉണ്ടോ എന്നുള്ള ചോദ്യം അവിടെ അവശേഷിക്കുമ്പോൾ തന്നെ ഇതുണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതം അത് എത്രത്തോളം ഗുരുതരമായിരിക്കും എന്നുള്ള ആശങ്കയാണ് ലോകത്തിന് മുന്നിലുള്ളത്. തീർച്ചയായിട്ടും ഇപ്പോൾ അമേരിക്കയുടെ ഈ അവരുടെ ബോംബാക്രമണം ഇത്ര പെട്ടെന്ന് ഉണ്ടാകുമെന്ന് ആരും വിചാരിച്ചിരുന്നില്ല. ഇപ്പോ 2-3 ദിവസമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ട്രംപിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇവർക്കൊരു 2 ആഴ്ച കഴിഞ്ഞ് പുള്ളി തീരുമാനിക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതൊരു അപ്രതീക്ഷിതമായ ആക്ഷനാണ്. ഇസ്രായേല് ഇറാനെ ആക്രമിച്ച പോലെ തന്നെയാണിത്. നമ്മൾ ഈ പറഞ്ഞ പോലെ ഇവരുടെ ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് പ്ലാൻസും ഇൻസ്റ്റലേഷൻസ് ഒക്കെ ഉള്ളത് ഫോർഡോൺ, നത്താൻസ്, പിന്നെ ഒരു ഇഷാഫാൻ എന്ന് പറഞ്ഞ 3 സ്ഥലങ്ങളിലാണ്. അതിൽ ഏറ്റവും ദുർഘടമായ സ്ഥലം നമ്മൾ എല്ലാവരും, ലോകത്തിലെല്ലാവരും, നമ്മുടെ ചാനലുകളും എല്ലാം കുറച്ച് ദിവസങ്ങളായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ഫോർഡോണിലെ അവരുടെ കേന്ദ്രീകരണമാണ്. അവിടുത്തെ SNDSUം അവിടുത്തെ ഫ്യൂവൽ എൻറിച്ച്മെന്റും ഒക്കെ ആണല്ലോ. അത് എല്ലാവർക്കും അറിയുന്നത് പോലെ ഇത് പർവ്വത പ്രദേശത്ത് ഏതാണ്ട് ഒരു 250 മുതൽ 300 അടി താഴ്ചയിലാണ് ഉണ്ടായിരുന്നത്. അതിനെ അവിടം വരെ എത്താനുള്ള B-2 ബോംബേഴ്സ്, അമേരിക്കയുടെ കയ്യിൽ മാത്രമുള്ള B-2 ബോംബേഴ്സും അതിനുള്ള ബങ്കബസ്റ്റർ അമ്യൂണിഷൻ GBU-57 എന്ന് പറയുന്ന ബോംബർ ഏതാണ്ട് 30,000 പൗണ്ട്സ് ഉള്ളത്. അപ്പോൾ ആ ഒരു കേപ്പബിലിറ്റി US-നെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഇസ്രായേൽ പറയുന്നുണ്ടായിരുന്നു ഇവര് ഞങ്ങളെ സഹായിക്കണം, ഇവരുടെ ഈ ഒരു ന്യൂക്ലിയർ ടെററിസത്തിലേക്ക് ഇറാൻ പോകാനുള്ള സാധ്യത 100% ഉണ്ടെന്ന് കരുതിക്കൊണ്ടാണ് ഇസ്രായേൽ അത് പറഞ്ഞത്. അപ്പോൾ അമേരിക്ക ഏതായാലും ചെയ്ത കാര്യം ലോകത്തിൽ തന്നെ നല്ല കാര്യമാണ്. ഇപ്പോൾ അവര് ഒരു ന്യൂക്ലിയർ പവർ ആയിരുന്നെങ്കിൽ നോട്ട് ഓൺലി ഫോർ ഇസ്രായേൽ, കംപ്ലീറ്റ് വേൾഡിനൊരു ത്രെറ്റ് ആകാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ലല്ലോ. അപ്പോ ഈ ഒരു ഒന്നുമില്ലാത്തൊരു ജൂതന്മാരുള്ള ഒരു വിദ്വേഷം ഇറാനിൽ ഉണ്ടാക്കിയതും അവര് ഡെത്ത് ടു ഇസ്രായേൽ, ഡെത്ത് ടു US എന്നൊക്കെ പറഞ്ഞ രീതിയിലേക്ക് ഒരു രാഷ്ട്രത്തിന് മുഴുവൻ കൊണ്ടുപോകാൻ പറ്റിയ ഒരു തിയോക്രാറ്റിക് രാഷ്ട്രമായിട്ടാണ് ഇറാൻ നിലകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് ഒരു ഇമ്മീഡിയറ്റ് ആക്ഷൻ അവരുടെ ഇത് എത്രത്തോളം അവരുടെ നിരായുധീകരണത്തിന്, ന്യൂക്ലിയർ നിരായുധീകരണത്തിന് കാര്യമായിട്ടുണ്ടെന്ന് നമുക്കിപ്പോൾ അറിയാൻ പറ്റില്ല. എന്താ വെച്ചാൽ അവിടെ ഈ ഫോർഡോൺ എന്നുള്ള സ്ഥലത്ത് നിന്നുള്ള സാറ്റലൈറ്റ് പിക്ചറൊക്കെ എത്രത്തോളം വിൽ ബി കറക്റ്റ് എന്നൊന്നും നമുക്ക് ഇപ്പൊ പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ അത്രയും താഴ്ചയിലാണ്, എത്ര ഡാമേജ് പറ്റിയിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോ ഒരു വിധത്തിൽ പറഞ്ഞാൽ ഒരു ഏകദേശം ഇനിയൊരു ഉടമ്പടിയിലേക്കോ ഒരു ഡിസ്കഷനിലേക്കോ ഇറാനെ കൊണ്ടുപോകാൻ ഇത് സഹായിക്കും. പക്ഷേ ഇപ്പോ പബ്ലിക് കൺസംഷന് വേണ്ടിയിട്ടായിരിക്കും അവരുടെ നേതാക്കൾ പറയുന്നത് അവര് തിരിച്ചടിക്കും എന്നുള്ളത്. തിരിച്ചടിക്കാനുള്ള അവരുടെ കയ്യിലൊന്നും ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. അത് എങ്ങനെയുണ്ടെന്ന് ഒരു 24 hours നമുക്ക് വെയിറ്റ് ചെയ്യണം എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അമേരിക്കയെ തിരിച്ചടിക്കാൻ മുതിർന്നില്ലെങ്കിലും ഇസ്രായേലിലേക്കുള്ള ആക്രമണം ശക്തമാക്കിയാലും മതിയല്ലോ. അങ്ങനെയെങ്കിൽ അത് നമ്മളെ സംബന്ധിച്ച് വലിയ ആശങ്കയാണ്. ഒരുപാട് ഇന്ത്യക്കാരുണ്ട്, മലയാളികളുള്ള പ്രദേശമാണ്, രാജ്യമാണ്. പക്ഷെ അതിനപ്പുറം നമുക്കറിയാം ഇസ്രായേൽ എത്രത്തോളം കരുത്തുറ്റ രാജ്യമാണ്. അയൺ ഡോം അടക്കമുള്ള സംവിധാനങ്ങളൊക്കെ ഈ ആക്രമണങ്ങളെ തടുക്കാൻ വേണ്ടി സജ്ജമാണ്. അപ്പോൾ അത് ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമോ? തീർച്ചയായിട്ടും. അപ്പൊ അവർക്ക് ഇപ്പോ അവര് ഒരു കണക്കനുസരിച്ച് ഇസ്രായേലിന്റെ ഒരു 50% കരുത്ത് അവരുടെ
മിസൈൽ ലോഞ്ചറുകൾ, മിസൈൽ മേക്കിംഗ് ഫാക്ടറീസ്, അതിന്റെയൊക്കെ ഒരു 50% ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നാണ് ഒരു പൊതുവെ ഒരു കണക്കുകൂട്ടൽ നടക്കുന്നത്. എന്നാലും ഈ 50%വും അവരുടെ ഹൈപ്പർസോണിക് കേപ്പബിലിറ്റി ഒക്കെ അവർ കാണിച്ചതാണ്. ക്ലസ്റ്റർ ബോംബിന്റെ കേപ്പബിലിറ്റി കാണിച്ചിട്ടുണ്ട്. അപ്പോ ഈ ഒരു തീരുമാനത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഇസ്രായേലിനേക്ക് അവർ റീച്ച് വിത്തിൻ റീച്ച് ആണ്. നമ്മളും കണ്ടതാണ് ഒരു 10% കൂടുതൽ അവർ അയം ഡോമിനെയൊക്കെ കടന്നുകൊണ്ട് അങ്ങനെ ചെയ്യാവുന്നതുണ്ടല്ലോ. ഒരു 90%, ഇപ്പൊ അത് 90% കുറഞ്ഞതാണ് അവരുടെ ആ ഒരു ഡിഫെൻസീവ് കേപ്പബിലിറ്റി. അപ്പോൾ അതിന്റെ ഇസ്രായേലിന്റെ പ്രശ്നം ഈ പറഞ്ഞ പോലെ ഡെൻസിലി പോപ്പുലേറ്റഡ് ആണ്, ചെറിയ രാജ്യമാണ്. അപ്പോ ഈ ഇൻഫ്രാസ്ട്രക്ചർ ഡാമേജസും അതുപോലെ ജനതയ്ക്കുള്ള പബ്ലിക്കിനുള്ള ഡാമേജ് കൂടുതൽ നമ്മുടെ ഇന്ത്യൻസും എല്ലാം ഉള്ളതാണ്. അപ്പോൾ ഈ തീർച്ചയായിട്ടും പിന്നെ ഇതൊന്നും ലോജിക്കലായിട്ട് ചെയ്യുന്ന മനുഷ്യന്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെന്നല്ലല്ലോ യുദ്ധങ്ങൾ. അപ്പൊ യുദ്ധത്തിന് ചെയ്യാൻ തയ്യാറായ ഒരു രാജ്യം ഇറാൻ ഒരു മാക്സിമം ഡാമേജ് വിത്തിൻ വേറെ ആരെങ്കിലും അവരെ ഫോഴ്സ് ചെയ്ത് ഒരു സന്ധിയിലേക്കോ സംഭാഷണത്തിലേക്കോ കൊണ്ടുപോകുന്നതിന് മുമ്പ് അവർ ചെയ്യാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞതുപോലെ ഒരു 24 hours വിത്തിൻ ഇമീഡിയറ്റ് ആയിട്ട് നമ്മളത് കാത്തിരിക്കേണ്ടി വരും എന്നാണ് എന്റെ അഭിപ്രായം. ഓവർ ചെയ്യും. അതെ, വളരെ നന്ദി ശ്രീ ബ്രിഗേഡിയർ വേണു നായർ ഈ ഘട്ടത്തിൽ ഞങ്ങളോടൊപ്പം ചേർന്നതിനും പ്രതികരിച്ചതിനും. ഇപ്പോൾ MG മിഥുൻ കൂടി നമുക്കൊപ്പം തുടരുന്നുണ്ട്. മിഥുൻ, ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇറാൻ തിരിച്ചടിക്കുമെന്ന് പറയുന്നു, മുട്ടുമടക്കില്ല എന്നും പറയുന്നു. പക്ഷെ പ്രത്യാക്രമണം അതേത് തരത്തിലായിരിക്കും എന്നുള്ളതാണ് ഇനി നിലനിൽക്കുന്ന ആകാംക്ഷ, അതോടൊപ്പം തന്നെ ആശങ്ക. ഒരുപക്ഷെ US സൈനിക താവളത്തിന് നേരെ ഒരു ആക്രമണം നടത്തുക എന്ന് പറയുന്നത് ഭൂപ്രകൃതി അനുസരിച്ച് എളുപ്പത്തിൽ ഇറാന് സാധ്യമാകുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷെ അതിനപ്പുറം കരുത്തരായ അമേരിക്കയെ ആക്രമിക്കുന്നതിനപ്പുറം പെട്ടെന്ന് ഒരുപക്ഷെ ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾ, ഇസ്രായേലിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾ, അതിന്റെ ശക്തി കൂട്ടാനുള്ള ഒരു സാധ്യത കൂടുതലല്ലേ? ഈ വ്യോമാക്രമണത്തിനപ്പുറം അതിർത്തികളിൽ നിന്നുള്ള ആക്രമണങ്ങൾ കൂടി ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള ചില നിരീക്ഷണങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ വരുന്നില്ലേ? ആര്യ, അങ്ങനെ തന്നെയാണ്. കാരണം സ്വാഭാവികമായും ഒരു തിരിച്ചടി ഇരു രാജ്യങ്ങളും പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനുവേണ്ടി തന്നെ ഹൈ അലർട്ട് നഗരപ്രദേശങ്ങളിലടക്കം US-ലാകട്ടെ അല്ലെങ്കിൽ ഇസ്രായേലിലാകട്ടെ നൽകുകയും ചെയ്തിട്ടുണ്ട്. കൂടുതൽ ആളുകൾ സുരക്ഷിതമായി സ്ഥാനത്തേക്ക് മാറണമെന്നുള്ള നിർദ്ദേശമടക്കം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഒരു തിരിച്ചടി ഏത് തരത്തിലാണ് ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകാൻ പോകുന്നത് എന്നുള്ള ഒരു ആകാംക്ഷയിൽ തന്നെയാണ് ലോകമുള്ളത്. ഒപ്പം തന്നെ ഇസ്രായേലിൽ കൂടുതൽ പ്രഹരമേൽപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായിരിക്കും കൂടുതൽ ഇറാനെ സംബന്ധിച്ച് ഏറ്റവും എളുപ്പത്തിൽ സാധിക്കുകയും ചെയ്തു. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ഇറാന്റെ ഭാഗത്തു നിന്ന് ഇസ്രായേലിനകത്തേക്ക് കയറി ഒരു പ്രഹരമേൽപ്പിക്കാൻ ഇറാന് സാധിക്കുമെന്ന് അവർ തെളിയിച്ചു കഴിയുകയും ചെയ്തതാണ്. ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ടും ക്ലസ്റ്റർ ബോംബുകളും ഒക്കെ നിരവധി ഈ പ്രധാനപ്പെട്ട നഗരപ്രദേശങ്ങളിലും ജനവാസ മേഖലകളിലും ഒക്കെ ഇറാൻ വിക്ഷേപിക്കുന്നത് നമ്മൾ കാണുകയും ചെയ്യുന്നത്. അതായത് അയൺ ഡോം അടക്കമുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെയൊക്കെ മറികടന്നായിരുന്നു ഈ ഒരു ആക്രമണം ഇറാന് സാധിക്കുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിലായിരിക്കാം ഒരു പക്ഷേ ഈ ഒരു ആക്രമണം, ഇതിൻ്റെ ഒരു തിരിച്ചടി കൂടുതൽ ഇറാൻ നൽകാൻ പോകുന്നത്. അതിന് അവർക്ക് തുണയായിട്ടുള്ളത് ഈ അതിർത്തി രാജ്യങ്ങൾ തന്നെയാണ്. അതായത് പ്രത്യേകിച്ച് സിറിയ, ജോർദാൻ, ലെബനൻ അടക്കമുള്ള രാജ്യങ്ങൾ. അതിൽ ഇറാന് ഏറെ പിന്തുണയുള്ള രാജ്യങ്ങൾ തന്നെയാണ്. അവിടെ നിന്ന് ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യാൻ അത് കൂടുതൽ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ വ്യോമാക്രമണത്തിലൂടെ ഒരു അറ്റാക്ക് ഇസ്രായേലിലേക്ക് നടത്താനുള്ളൊരു ശ്രമമായിരിക്കാം സ്വാഭാവികമായും ഇനി ഇറാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്നാണ് വിലയിരുത്തപ്പെടുകയും ചെയ്യുന്നത്. അങ്ങനെ ഒരു അറ്റാക്ക് നടത്താൻ ഇറാൻ സംബന്ധിച്ച് ഈ ഒരു ഘട്ടത്തിൽ സാധിക്കുകയും ചെയ്യും. പക്ഷേ അമേരിക്കയെ എളുപ്പത്തിൽ അറ്റാക്ക് ചെയ്യാൻ കഴിയുമോ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം അത്രത്തോളം വലിയൊരു ലോക ശക്തികളിൽ ഒന്നാമത് നിൽക്കുന്ന ഒരു രാജ്യത്തെ, അത്രത്തോളം ആയുധശേഖരങ്ങളുള്ള രാജ്യത്തെ അത്രയും എളുപ്പത്തിൽ കടന്നു ചെന്നുകൊണ്ട് അവിടുത്തെ മിലിറ്ററി ഇന്റലിജൻസിനെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു ആക്രമണം നടത്താൻ ഇറാൻ സാധിക്കുമോ എന്നുള്ളൊരു ചോദ്യം ഈ ഒരു ഘട്ടത്തിൽ വരുന്നു. ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഇസ്രായേലിനെ പ്രത്യാക്രമണം നടത്തുക, ഇസ്രായേലിനെ വീണ്ടും കൂടുതലായി ശക്തമായി ആക്രമിക്കുക എന്ന് പറയുന്നത് അമേരിക്ക ആക്രമിക്കുന്നതിന് തുല്യം തന്നെയാണ്. നേരത്തെ തുടക്കം മുതൽ തന്നെ സഹായം അമേരിക്കയുടെ ഉണ്ട്, പരസ്യമായി തന്നെ ഉണ്ട്, പ്രത്യക്ഷത്തിൽ തന്നെ ഉണ്ടെങ്കിലും ഇപ്പോൾ നേരിട്ടൊരു ആക്രമണം കൂടി അമേരിക്ക നടത്തിയിരിക്കുകയാണ്. പിന്നാലെ ട്രംപ് ലോകത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോൾ പറഞ്ഞത് ഒരു മുന്നറിയിപ്പ് പോലെയാണ്. ഇസ്രായേലിന്, ബെഞ്ചമിൻ നെതന്യാഹുവിന് ഒരു താങ്ങായി, തണലായി, കരുത്തായി ഞങ്ങൾ ഉണ്ട് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുക കൂടിയായിരുന്നു ട്രംപ് ചെയ്തത്. അപ്പോൾ ഇസ്രായേലിനെ ഇനിയും കൂടുതൽ ആക്രമിച്ചാൽ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് സ്വാഭാവികമായും ഇറാനു മേലെ ഇനിയും ഒരു ആക്രമണം ഉണ്ടായേക്കാം.
എന്ന ആശങ്ക അത് ഇറാന് സ്വാഭാവികമായും ഉണ്ടാകേണ്ടതാണ്. പക്ഷെ അത്തരത്തിലുള്ള ആശങ്കയ്ക്കൊന്നും വകവെക്കുന്നില്ല, നിന്നു കൊടുക്കുന്നില്ല ഇറാൻ എന്നതാണ് ഇപ്പോഴത്തെ പ്രതികരണം നമ്മൾ കേൾക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്. ആര്യ, അത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഒരു പ്രതികരണം മാത്രമാണ് വന്നിട്ടുള്ളത്. തങ്ങൾ തിരിച്ചടിക്കും, ഇനി ഞങ്ങളുടെ സമയമാണ്, ഞങ്ങളുടെ ടേണാണ്, അതിൽ കൃത്യമായ സമയത്ത് തന്നെ ഞങ്ങൾ തിരിച്ചടി നൽകുമെന്നുള്ള ഒരു പ്രസ്താവന മാത്രമാണ് ഇപ്പോൾ ഇറാന്റെ ഭാഗത്ത് നിന്ന് വന്നത്. ഇനി ഒരു പടക്കം പൊട്ടിയാൽ പോലും തന്നെ അത് അമേരിക്ക ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ മുന്നറിയിപ്പുകൾ അവഗണിക്കുന്നു, അല്ലെങ്കിൽ അതിനൊന്നും തന്നെ തങ്ങൾ തയ്യാറല്ല എന്ന് കാണിക്കുന്ന തരത്തിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ആക്രമണം അത് ഇസ്രായേലിലേക്കായാൽ പോലും തന്നെ ഇതിനൊന്നും തന്നെ തെല്ലും ഭയപ്പെടുന്നില്ല. ഇനിയും ആക്രമണം തുറന്ന് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇറാൻ ശ്രമിക്കുന്നത് എന്നുള്ളൊരു സൂചന കൂടി നൽകാൻ സാധിക്കുകയും ചെയ്യും. അത്തരത്തിലുള്ള വ്യക്തമായ ഒരു കാര്യം പങ്കുവെക്കാൻ ഇതിലൂടെ ഇറാന് സാധിക്കുകയും ചെയ്യും. അങ്ങനെയെങ്കിൽ നേരത്തെ ട്രംപ് മുന്നറിയിപ്പ് നൽകിയതുപോലെ ഇനി ഒരു ചർച്ചയ്ക്ക് തയ്യാറായില്ലെങ്കിൽ, ഇനി സമാധാനം പുനഃസ്ഥാപിക്കാനായിട്ടുള്ള നീക്കങ്ങളിലേക്ക് ഇറാൻ വന്നില്ല എങ്കിൽ ഇതിലും ഭയാനകരമായിട്ടുള്ള നീക്കം അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും. അത്രയും വലിയ തിരിച്ചടി ഇനി നേരിടാൻ തയ്യാറായിക്കൊള്ളൂ എന്നൊക്കെ അമേരിക്ക പറയുമ്പോൾ അതിലൊന്നും തെല്ലും ഭയക്കുന്നില്ല ഇറാൻ തന്നെയാണ്. അങ്ങനെയെങ്കിൽ വലിയൊരു സാഹചര്യത്തിലേക്ക്, അതിസങ്കീർണമായ സാഹചര്യത്തിലേക്ക് പശ്ചിമേഷ്യ നീങ്ങാനുള്ള സാധ്യത തന്നെയാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ കാണാൻ സാധിക്കുന്നത്. കാരണം ഒട്ടും പിന്നോട്ടില്ല എന്ന് ഇറാൻ പറഞ്ഞു വെക്കുകയും ചെയ്യുന്നു. കാരണം ഇസ്രായേൽ ആണ് ഈ ഒരു ആക്രമണം തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ നേരത്തെ അവർ പറഞ്ഞത് ഈ ആക്രമണം ഇനി ഇസ്രായേൽ നിർത്തിയാലും നിർത്തിയില്ല എങ്കിലും തങ്ങളുടെ ആണവ സമ്പുഷ്ടീകരണവുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ പുരോഗമിച്ചുകൊണ്ടേയിരിക്കും, അതുമായി മുന്നോട്ട് പോവുകയും ചെയ്യും. ഒരു തരത്തിൽ പോലും അതിൽ നിന്ന് ഒരു സ്റ്റെപ്പ് പോലും പിന്നോട്ട് ബാക്കിലേക്ക് വെക്കില്ല എന്ന നിലപാടും അവർ അറിയിക്കുകയും ചെയ്തു. അങ്ങനെ നയം അവർ വ്യക്തമാക്കി കഴിയുകയും ചെയ്ത സാഹചര്യമാണ്. അങ്ങനെയെങ്കിൽ ഒരു കൂടുതൽ സങ്കീർണമായ സാഹചര്യത്തിലേക്ക് പശ്ചിമേഷ്യ കടക്കാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം തന്നെ നേരത്തെ വിദേശകാര്യ വിദഗ്ധർക്ക് ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഇതിനെത്രത്തോളം ഇറാന് പിടിച്ചു നിൽക്കാൻ സാധിക്കും. നിലവിലിപ്പോൾ അവരുടെ പക്കലുള്ള, അവരുടെ ആവനാഴിയിലുള്ള എല്ലാ മിസൈലുകളും ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണമാണ് നടത്തുന്നത്. വ്യോമാക്രമണത്തിൽ ഇസ്രായേലിനെയോ അല്ലെങ്കിൽ അമേരിക്കയോ പിടിച്ചു കെട്ടാൻ അല്ലെങ്കിൽ അതിന് തതുല്യമായി നിൽക്കാൻ ഒരിക്കലും ഇറാനെ സംബന്ധിച്ച് സാധിക്കില്ല. ഒരു കരയുദ്ധത്തിലേക്ക് പോയാൽ മാത്രമേ ഏതെങ്കിലും തരത്തിലൊരു നാശം വിതയ്ക്കാൻ ഇറാനെ സംബന്ധിച്ച് സാധിക്കുകയുള്ളൂ. പക്ഷേ ആ വ്യോമാക്രമണം തടയാൻ ഇറാൻ ഇനി എങ്ങനെ സാധിക്കുമെന്നുള്ളത് തന്നെയാണ് ഏവരും ഉറ്റുനോക്കുന്നത്. എന്തായാലും നിലവിൽ ഒരു അടിയന്തര ചർച്ചയ്ക്ക് ഇറാൻ തയ്യാറായില്ലെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്തുകൾ ഭയാനകരമായിരിക്കും. ആ രീതിയിലേക്കാണ് ഇപ്പോൾ നിലവിൽ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിന്റെ അതിർത്തി രാജ്യങ്ങളിൽ നിന്ന് ഒരു കരയുദ്ധത്തിലേക്ക് കൂടി കോപ്പുകൂട്ടുകയാണോ ഇറാൻ എന്ന ആശങ്കയാണ് ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത്. എന്തായാലും മുട്ടുമടക്കില്ല എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പോൾ അമേരിക്കയ്ക്കെതിരെ ഒരു യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെടുകയാണോ? അങ്ങനെയെങ്കിൽ പശ്ചിമേഷ്യ ആകെ, ലോകമാകെ അത് ഏത് തരത്തിൽ ബാധിക്കുമെന്നുള്ള ആശങ്കയാണ് മുന്നിൽ നിൽക്കുന്നത്. മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആയുധ ശക്തിയുള്ള രാജ്യം അമേരിക്കയെക്കുറിച്ച്, അമേരിക്കയുടെ ശക്തിയെക്കുറിച്ച്, കരുത്തിനെക്കുറിച്ച് മറ്റ് ഒരു ലോക രാജ്യങ്ങൾക്കും ഒരു സംശയവുമില്ല. അമേരിക്കയുടെ പക്കലുള്ള ആയുധ സമ്പത്ത് അത് എത്രത്തോളം വലുതാണ് എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ ഇറാനിൽ നടത്തിയിട്ടുള്ള ആക്രമണം, പ്രധാനപ്പെട്ട ആണവ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയിട്ടുള്ള ആക്രമണത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത് B-2B ബോംബറുകളാണ്. എന്താണ് ഈ B-2B ബോംബറുകൾ എന്ന് നമുക്ക് നോക്കാം. കൃഷ്ണേന്ദു നായർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. GBU-57A or B MOP എന്ന കോഡ് നാമത്തിൽ അറിയപ്പെടുന്ന മാസീവ് ഓർഡിനൻസ് പെനിട്രേറ്റർ MOP US സൈന്യത്തിലെ ഏറ്റവും ശക്തമായ നോൺ ന്യൂക്ലിയർ ബങ്കർ ബസ്റ്റർ ബോംബാണ്. 30,000 പൗണ്ട്, ഏകദേശം 14,000 കിലോഗ്രാം ഭാരമുള്ള ഒരു ഭീമൻ ബോംബാണിത്. MOPയിൽ 6,000 പൗണ്ട്, ഏകദേശം 2,400 കിലോഗ്രാം ഭാരമുള്ള ശക്തമായ ഉയർന്ന സ്ഫോടനാത്മക പേലോഡ് വഹിക്കുന്നു. സ്ഫോടനത്തിന് മുൻപ് 60 മീറ്റർ ആഴത്തിലേക്ക് പോകാനുള്ള കഴിവ് ഇവയ്ക്കുണ്ടെന്ന് കരുതപ്പെടുന്നു. പാറ, കോൺക്രീറ്റ് എന്നിവയിൽ തുളച്ചു കയറാൻ ബങ്കർ ബസ്റ്റർ ബോംബിനാകും. ലക്ഷ്യസ്ഥാനത്ത് തുളച്ചു കയറി സെക്കൻഡുകൾക്ക് ശേഷം മാത്രമാകും ബോംബ് പൊട്ടുക. ഇതിനായി പ്രത്യേക ഫ്യൂസ് ബോംബിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. ലക്ഷ്യസ്ഥാനം നിർണ്ണയിക്കാൻ ലേസർ ഗൈഡഡ് GPS സംവിധാനങ്ങളും ബോംബിലുണ്ട്. ഉരുക്കുൾപ്പെടുന്ന ലോഹ സംയുക്തത്താലാണ് ഈ ബോംബിന്റെ പുറം കവചം നിർമ്മിച്ചിരിക്കുന്നത്. ബലമേറിയ അതിശക്തമായ കോൺക്രീറ്റ് നിർമ്മിതികളെയും പാറകളെയും മണ്ണുമൊക്കെ തുളഞ്ഞിറങ്ങുന്നതിന് ബോംബിനെ സഹായിക്കുന്നതിനാണ് ഈ പുറം കവചം.
ഭൂഗർഭ ബങ്കറുകൾ, ആണവ സൗകര്യങ്ങൾ തുടങ്ങിയ കഠിനവും ആഴത്തിൽ കുഴിച്ചിട്ടതുമായ ലക്ഷ്യങ്ങളെ നശിപ്പിക്കുന്നതിനാണ് ഇത് പ്രത്യേകം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. US എയർക്രാഫ്റ്റുകൾ ഉപയോഗിച്ചാണ് ബങ്കബസ്റ്റർ ബോംബുകൾ കൊണ്ട് ആക്രമണം നടത്തുക. MOP പ്രവർത്തനക്ഷമമായി എത്തിക്കാൻ കഴിവുള്ള ഒരേയൊരു വിമാനമാണ് B-2 സ്പിരിറ്റ് സ്റ്റെൽത്ത് ബോംബ്. ഇന്ധനം നിറയ്ക്കാതെ തന്നെ ഏകദേശം 6000 നോട്ടിക്കൽ മൈൽ പറക്കാൻ കഴിയുന്ന ഈ ബോംബറിന് ശത്രുവിന്റെ അത്യാധുനിക പ്രതിരോധ കേന്ദ്രങ്ങൾ തുളച്ചു കയറാനും കനത്ത പ്രതിരോധമുള്ള ലക്ഷ്യങ്ങൾ ആക്രമിക്കാനും കഴിയുന്ന തരത്തിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. 2000-ലാണ് ഇത്തരത്തിലുള്ള ബോംബറുകളെ കുറിച്ചുള്ള ചർച്ചകൾ തുടങ്ങിയത്. US ആയുധ നിർമ്മാതാക്കളായ നോർത്രോപ്പ് ഗ്രൂമനും ലോക്ഹീഡ് മാർട്ടിനും സംയുക്തമായി ശക്തമായ ബോംബ് ബസ്റ്റർ ബോംബിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചുവെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങളും സാമ്പത്തിക ചെലവും കണക്കിലെടുത്ത് പദ്ധതി നിലച്ചു. എന്നാൽ 2003-ലെ US-ന്റെ ഇറാഖ് അധിനിവേശ സമയത്താണ് ബങ്കബസ്റ്റർ ബോംബുകളുടെ അനിവാര്യത US തിരിച്ചറിയുന്നത്. തുടർന്ന് US എയർഫോഴ്സ്, റിസർച്ച് ലബോറട്ടറിയും ഡിഫൻസ് ത്രെറ്റ് റിഡക്ഷൻ ഏജൻസി DTRAയും ചേർന്ന് പഴയ പദ്ധതി പൊടിതട്ടിയെടുക്കുകയായിരുന്നു. കൂട്ടനശീകരണ ആയുധങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ 2004-ൽ MOPയുടെ വികസനം ആരംഭിച്ചു. ഭൂഗർഭ സൗകര്യങ്ങളുടെ പ്രവേശന കവാടങ്ങളിൽ മാത്രം ബോംബിടുന്നത് അവയെ പൂർണ്ണമായും നശിപ്പിക്കാൻ ആവശ്യമായ സ്ഫോടന സമ്മർദ്ദം സൃഷ്ടിക്കില്ലെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. 2009-ൽ US വിമാനങ്ങളുമായി ആയുധ സംവിധാനം യോജിപ്പിക്കുന്നതിനുള്ള കരാർ ബോയിങ് നേടി. ശേഷം ഏകദേശം 20 മുതൽ 30 വരെ MOP ബോംബുകൾ US വ്യോമസേനയ്ക്ക് കൈമാറി 2011-ൽ US വ്യോമസേനയുടെ ഭാഗമായി. 2012-ൽ കൂടുതൽ പരീക്ഷണങ്ങൾ നടത്തി ബോംബിന്റെ ശേഷിയും വർദ്ധിപ്പിച്ചു. നോർത്രോപ്പ് ഗ്രൂമൻ നിർമ്മിച്ച B-2 ബോംബ് സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയുടെ നട്ടലാണ്. കൂടാതെ സമീപ വർഷങ്ങളിൽ യമനിൽ ഇറാൻ പിന്തുണയുള്ള ഹൂതികൾ കൈവശം വച്ചിരിക്കുന്നത് പോലുള്ള ഭൂഗർഭ ആയുധ സംഭരണ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ ഇത് ഉപയോഗിച്ചു വരുന്നു. എന്ത് വില കൊടുത്തും ഇറാനിന്റെ ആണവായുധ കേന്ദ്രങ്ങളെ ആക്രമിക്കുക എന്ന ലക്ഷ്യം ഇസ്രായേലിനുണ്ട്. ഇനി ഒരു മല തുറന്ന് അതിനുള്ളിൽ ഏത് വ്യോമാക്രമണങ്ങളെയും അതിജീവിക്കാൻ ശേഷിയുള്ള തരത്തിൽ ഇറാൻ നിർമ്മിച്ച ആണവ കേന്ദ്രമാണ് ഫോഡോയിലേത്. ഫോഡോയെ തകർക്കാനുള്ള ഏതൊരു ശ്രമത്തിനും അമേരിക്കയുടെ ഇടപെടൽ അത്യാവശ്യമാണ്. കാരണം അത്രയും ആഴത്തിലുള്ള ഒരു കേന്ദ്രത്തെ ആക്രമിക്കാനുള്ള ആയുധങ്ങളോ അവ വഹിക്കാനുള്ള വിമാനങ്ങളോ ഇസ്രായേലിന്റെ കൈവശമില്ല. സമീപ വർഷങ്ങളിൽ അമേരിക്കയുടെ സഹായമില്ലാതെ ഫോഡോയെ നശിപ്പിക്കാൻ ഇസ്രായേൽ വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ചുവെങ്കിലും ഒന്നും വെളിച്ചം കണ്ടില്ല. അതായത് ഇസ്രായേലിന് ഇതുവരെയും ഈ പ്ലാന്റിന്റെ പ്രവർത്തനം ഇല്ലാതാക്കാൻ കഴിയുന്ന വിധം ഒരു ആക്രമണം നടത്താൻ കഴിഞ്ഞിട്ടില്ല. കൃഷ്ണേന്ദു നായർ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് കണ്ടത്. എന്തായാലും ഇത്രത്തോളം B-2B ബോംബറുകൾ അടക്കം ഉള്ള കരുത്തരായ അമേരിക്കയ്ക്ക് നേരെയാണ് രണ്ടും കൽപ്പിച്ച് തുനിഞ്ഞിറങ്ങാൻ ഇറാൻ ഇറങ്ങിത്തിരിക്കാൻ പോകുന്നത്. ഇനി എന്താകുമെന്നുള്ള ആശങ്കയാണ് ബാക്കി. മറ്റു വാർത്തകൾ കൂടി നമുക്ക് നോക്കാം. നിലമ്പൂരിന്റെ പുതിയ MLA ആരെന്ന് നാളെ അറിയാം. രാവിലെ 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും. പോസ്റ്റൽ വോട്ടുകളാണ് ആദ്യം എണ്ണുക. 14 ടേബിളുകളിലായി ഇലക്ട്രോണിക് മെഷീനിലെ വോട്ടുകൾ എണ്ണും. ഇടത് വലത് മുന്നണികളും PV അൻവറും ഒരുപോലെ വിജയപ്രതീക്ഷ വെച്ചു പുലർത്തുന്നുണ്ട്. നിലമ്പൂരിൽ നമുക്കറിയാം. CV അനുമോദ് ചേരുന്നുണ്ട് നിലമ്പൂരിൽ നിന്ന്. കൂടുതൽ വിശദാംശങ്ങളുമായി അനുമോദ്. എന്തായാലും നിമിഷങ്ങൾ എണ്ണി കാത്തിരിക്കുകയാണ്. ഇനി മണിക്കൂറുകൾ മാത്രമാണ് നിലമ്പൂരിലെ MLA ആരാകും എന്നറിയാൻ ബാക്കിയുള്ളത്. വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ എവിടം വരെ എത്തി? ആര്യ, ഇനി 24 മണിക്കൂർ ദൂരം പോലുമില്ല നിലമ്പൂരിലെ വോട്ടെണ്ണലിൻ്റെ ആദ്യ ഫലങ്ങൾ അറിയുവാൻ. അത്രമാത്രം കുറച്ച് സമയം മാത്രമാണ് ഇനി ആ വലിയ കാത്തിരിപ്പിന് അവസാനം കുറിക്കുവാനുള്ളത്. നിലമ്പൂരിലെ വോട്ടെണ്ണലിൻ്റെ ഒരുക്കങ്ങളൊക്കെ തന്നെ ഇപ്പോൾ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. രാവിലെ 8 മണിയോടെ വോട്ടെണ്ണൽ ആരംഭിക്കും. 263 ബൂത്തുകളിലായിരുന്നു ഇത്തവണ വോട്ടെടുപ്പുണ്ടായിരുന്നത്. ആ 263 ബൂത്തുകളിലെ വോട്ടെണ്ണുന്നതിന് മുമ്പ് ആദ്യം പോസ്റ്റൽ ബാലറ്റുകളാവും എന്ന് തുടങ്ങുക. അതിനുശേഷം ഒരു റൗണ്ടിൽ 14 ടേബിളുകൾ അത്തരത്തിൽ ആണ് വോട്ടെണ്ണലിൻ്റെ ഒരു ക്രമീകരണം ഉള്ളത്. അപ്പോൾ അങ്ങനെ 19 റൗണ്ടുകളായിട്ടാണ് ഈ ഒരു വോട്ടെണ്ണൽ നടപടിയിൽ പൂർത്തീകരിക്കാൻ വേണ്ടി ഒരു 19 റൗണ്ട് വേണ്ടി വരും. നമുക്കറിയാം, ആദ്യ വഴിക്കടവിൽ നിന്നാണ് വോട്ടെണ്ണൽ തുടങ്ങുക. വഴിക്കടവ് പൂർത്തീകരിക്കാൻ 3 റൗണ്ട് വേണ്ടി വരും. അതിനുശേഷം മൂത്തേടം, അതിനുശേഷം എടക്കര, പിന്നീട് ചുങ്കത്തറയിൽ നിന്ന് നഗരസഭ, പിന്നീട് കരുളായി, അമരമ്പലം. അങ്ങനെ ആണ് അതിൻ്റെ ഒരു രീതി, വോട്ടെണ്ണൽ രീതി അങ്ങനെയാണ്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, വഴിക്കടവിലെയും മൂത്തേടത്തെയും അതുപോലെ എടക്കരയിലെയും റൗണ്ടുകൾ കഴിയുമ്പോൾ തന്നെ ഈ 3ഉം UDF പ്രതീക്ഷ അർപ്പിക്കുന്ന പഞ്ചായത്തുകളാണ്. വോട്ടെണ്ണലിൻ്റെ ഒരു എവിടേക്കാണ് ഇതിൻ്റെ ട്രെൻഡിങ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. എത്രമാത്രം ഒരു ചായ്വ് UDFനുണ്ടോ, ഈ ഭരണവിരുദ്ധ വികാരം പ്രതിഫലിച്ചിട്ടുണ്ടെന്നൊക്കെ ആദ്യത്തെ ഒരു 3 പഞ്ചായത്തുകളിലെ വോട്ടെണ്ണൽ കഴിയുമ്പോഴേക്കും ഏകദേശം
7-8 റൗണ്ട് കഴിയുമ്പോഴേക്കും മനസ്സിലാക്കാൻ കഴിയും. ഇടതുപക്ഷം പ്രതീക്ഷ അർപ്പിക്കുന്നത് പോത്തുകല്ലിലും അതുപോലെ കരുളായിലും അമരമ്പലത്തുമാണ് നഗരസഭയിൽ ഒപ്പത്തിനൊപ്പം പിടിക്കാമെന്നുള്ളത്. ഈ ഒരു ആദ്യത്തെ 4 പഞ്ചായത്തുകളിൽ വോട്ടെണ്ണൽ കഴിയുമ്പോഴേക്കും ഒരു 10,000-ന്റെ മുകളിലേക്ക് ലീഡ് പിടിക്കാൻ UDF സാധിച്ചാൽ പിന്നീട് അവർക്ക് LDF പഞ്ചായത്തുകളിൽ നിന്നും ലഭിക്കുന്ന വോട്ട് കുറവാണെങ്കിൽ പോലും നിലനിൽക്കാൻ കഴിയും, പിടിച്ചു നിൽക്കാൻ കഴിയുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ആദ്യത്തെ ഒരു 4 പഞ്ചായത്തുകളിലെ, അതായത് ഒരു 8 റൗണ്ട് വളരെ പ്രധാനപ്പെട്ടതാണ്. അതായിരിക്കും ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഫലം എവിടേക്ക് എന്നത് നിശ്ചയിക്കുന്നതിൽ നിർണായകമാവുക. ഈ തെരഞ്ഞെടുപ്പിന് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും ഒരുപോലെ പിടികിട്ടാത്ത ഒന്നാണ് PV അൻവറിൻ്റെ സ്വാധീനം എത്രമാത്രം ഉണ്ട് എന്നുള്ളത്. അൻവർ ഏതെല്ലാം മേഖലകളിൽ നിന്ന് ഏതെല്ലാം കേന്ദ്രങ്ങളിൽ നിന്ന് വോട്ട് പിടിക്കുമെന്ന കാര്യത്തിൽ അക്ഷരാർത്ഥത്തിൽ ആർക്കും തന്നെ ഒരു ധാരണയുമില്ല എന്ന് തന്നെ പറയാം. ഇടതുവിൻ്റെയും വലതിൻ്റെയും കേന്ദ്രങ്ങളിൽ ഒരുപോലെ അൻവറിൻ്റെ സ്വാധീനം ഉണ്ടായിട്ടുണ്ട്. അൻവർ പ്രചരണം നടത്തിയിട്ടുണ്ട്. കോൺഗ്രസ് ഏറ്റവും പ്രതീക്ഷ അർപ്പിക്കുന്ന വഴിക്കടവിലും അതേപോലെ മൂത്തേടത്തും അതേപോലെ LDF പ്രതീക്ഷ അർപ്പിക്കുന്ന പോത്തുകല്ലിലും അമരമ്പലത്തിലും ഒക്കെ അൻവർ നല്ല രീതിയിൽ തന്നെ പ്രചാരണം നിശബ്ദമായി നടത്തിയിട്ടുണ്ട്. അൻവറിൻ്റെതായ സ്ലീപ്പർ സെല്ലുകൾ ഈ ഒരു മേഖലയിലൊക്കെ ഉണ്ട് എന്ന് വേണം കണക്കാക്കുവാൻ. അപ്പോൾ അൻവർ ഏറ്റവും കൂടുതൽ വോട്ട് ആരുടെ വോട്ട് ബാങ്കിൽ നിന്നാവും പിടിക്കുക എന്നുള്ളതാവും ഫലത്തിൽ നിർണ്ണായകം. അൻവറിന് കൂടുതൽ വോട്ട് ലഭിക്കുക LDF പ്രതീക്ഷിക്കുന്ന വോട്ട് ബാങ്കിൽ നിന്നാണെങ്കിൽ UDF വിജയിക്കാം. അതല്ല, UDF വോട്ട് ബാങ്കിൽ നിന്നാണ് അൻവറിന് ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ചിട്ടുള്ളെങ്കിൽ അത് LDF തുണയായിട്ട് വരും. അങ്ങനെ അൻവർ ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം നിശ്ചയിക്കുന്നതിൽ നിർണായക ശക്തിയാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇനി ഈ ജയപരാജയങ്ങളെ നിർണ്ണയിക്കുന്ന ഒരു പ്രധാന ഘടകമായി അൻവർ മാറുമ്പോൾ തന്നെയും അൻവർ തന്നെ സ്വയം അൻവറിന്റെ ഒരു രാഷ്ട്രീയ ഭാവി കൂടി തുലാസിലായി നിൽക്കുന്ന ഒരു സാഹചര്യമാണല്ലോ. ഈ തെരഞ്ഞെടുപ്പിൽ എത്ര വോട്ട് പിടിക്കാനാകുമെന്നുള്ളത് അൻവറിന്റെ രാഷ്ട്രീയ ഭാവിയെ കൂടി നിർണ്ണയിക്കുന്ന ഒരു ഘടകമാണ്. ഇപ്പോൾ നേരത്തെ അനുമോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ അൻവറിന് ഒരു നല്ല നമ്പറിലേക്ക് എത്താൻ കഴിഞ്ഞാൽ, നല്ല ശതമാനം വോട്ട് പിടിക്കാൻ കഴിഞ്ഞാൽ, ഒരു പക്ഷേ വീണ്ടും ഒരിക്കൽ കൂടി UDF പ്രവേശനം എന്ന ഒരു രാഷ്ട്രീയ സാധ്യതയിലേക്ക് കൂടി അൻവറിന് പോകാൻ സാധിക്കും എന്ന സൂചനകൾ കൂടി മുന്നിലുണ്ടല്ലോ, അല്ലേ? തീർച്ചയായും അൻവറിനെ സംബന്ധിച്ച് ഇനി UDF മാത്രമാണ് ഒരു ഏക വഴിയുള്ളത്. UDF വഴി പൂർണ്ണമായും അടഞ്ഞുവെന്ന് ഈ ഘട്ടത്തിൽ പറയാനാകില്ല. തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുന്നതിന് ശേഷമേ ഇതിൻ്റെ കൃത്യമായ നടപടിയിൽ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയുള്ളൂ. പക്ഷേ അൻവർ ഇപ്പോഴേ അതിനുള്ള ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അൻവർ നേടുന്ന വോട്ടുകൾ അത് വളരെ നിർണായകമാണ്. അൻവർ ഒരു 15,000-ന് മുകളിൽ മണ്ഡലത്തിൽ വോട്ട് നേടിക്കഴിഞ്ഞാൽ UDF അൻവറിനെ അവഗണിക്കാൻ കഴിയുകയില്ല. ഇനിയൊരു സാധ്യതയാണ്, ആര്യടൻ ഷൗക്കത്ത് പരാജയപ്പെട്ടാലും, ഇനിയല്ല ആര്യടൻ ഷൗക്കത്തിൻ്റെ ഭൂരിപക്ഷം ഒരു 5,000-ന് താഴേക്കാണെങ്കിലും അൻവർ നേടിയ വോട്ടുകൾ 10,000-ന് മുകളിലുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അൻവറിനെ പരിഗണിക്കാതിരിക്കാൻ നിലമ്പൂരിൽ UDF കഴിയാത്ത സാഹചര്യം വരും. അല്ലെങ്കിൽ അൻവർ അത്തരത്തിലൊരു സമ്മർദ്ദ ശക്തിയാണെന്ന് അംഗീകരിക്കേണ്ടി വരും. ഇന്നലെ തന്നെ അൻവറിൻ്റെ വാർത്താ സമ്മേളനം അൻവർ അവസാനിപ്പിച്ചത് തെളിഞ്ഞ പിണറായിയും ഒളിഞ്ഞ പിണറായിയുമാണ് നിലമ്പൂരിൽ മത്സരിക്കുന്നത്. അപ്പം ഞാൻ ജയിക്കുന്നില്ലെങ്കിൽ ഒളിഞ്ഞ പിണറായി ജയിക്കട്ടെ, അതായത് UDF ജയിക്കട്ടെ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പരാമർശം ഉണ്ടായിരുന്നത്. സ്വാഭാവികമായിട്ടും അപ്പോൾ UDF മണ്ഡലങ്ങൾ ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, അൻവറിൻ്റെ പ്രചരണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ മുഴുവൻ പരസ്യമായി അദ്ദേഹം പറഞ്ഞിരുന്നത് UDF കേന്ദ്രങ്ങളിലാണ് പ്രചരണം എന്നുള്ളതായിരുന്നു. അതായത് ആര്യടൻ ഷൗക്കത്തിനെ തോൽപ്പിക്കുകയാണ് മുഖ്യ ലക്ഷ്യമെന്നായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ പ്രചരണത്തിൻ്റെ ശൈലി ഇപ്പോൾ മനസ്സിലാവുന്നത് അദ്ദേഹം ഏറ്റവും അധികം ലക്ഷ്യമിട്ടത് LDF വോട്ട് ബാങ്കുകൾ തന്നെയാണ് എന്നുള്ളതാണ്. അതായത് ഏറ്റവും അധികം അൻവറിന് വോട്ട് ലഭിക്കുക LDF നിന്നാണെന്ന് അൻവർ കണക്കാക്കുന്നുണ്ട്. അൻവർ അതിനുള്ള നടപടികളാണ് സ്വീകരിച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അങ്ങനെ LDF വോട്ടുകൾ കൂടുതൽ അൻവർ പിടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം ലഭിക്കുക UDF തന്നെയാകും. അപ്പോൾ അത്തരത്തിലുള്ള നടപടികളുമായിട്ട് അൻവർ മുന്നോട്ട് പോകുമ്പോൾ അൻവറിനെ ഒഴിവാക്കുക എന്നുള്ളത് UDF അത്ര എളുപ്പത്തിൽ കഴിയുന്ന ഒരു കാര്യമല്ല. പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന് അൻവറിൻ്റെ കാര്യത്തിൽ ഒരു മറ്റുള്ളവരെക്കാൾ കൂടുതൽ താല്പര്യമുണ്ട് എന്ന് നേരത്തെ തന്നെ വ്യക്തമായ ഒരു കാര്യവുമാണ്. കോൺഗ്രസിലെ വലിയൊരു വിഭാഗം നേതാക്കൾക്കും, അതായത് VD സതീശനും AP അനിൽകുമാറും അതേപോലെ ആര്യടൻ ഷൗക്കത്ത് ഒഴികെ മറ്റ് പ്രമുഖ നേതാക്കളൊക്കെ അൻവറിനെ അത്രയൊന്നും എഴുതിത്തള്ളാൻ തയ്യാറാവില്ല എന്ന് തന്നെയാണ് കരുതേണ്ടത്. എന്താണെങ്കിലും നാളെ അൻവർ നേടുന്ന വോട്ടുകളാണ് അൻവറിന്റെ രാഷ്ട്രീയ ഭാവിയുടെ ഗതി തീരുമാനിക്കുന്നത്. തീർച്ചയായും CV അനുമോദാണ് നിലമ്പൂരിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവച്ചത്. എന്തായാലും അതിനൊക്കെ അപ്പുറം നിലമ്പൂരിലെ MLA ആരാകും എന്നുള്ള ആകാംക്ഷയാണ് രാഷ്ട്രീയ കേരളത്തിനുള്ളത്. അതിനെ അറിയാൻ 24 മണിക്കൂർ പോലും ആദ്യ ഫലസൂചനകൾ വന്നു തുടങ്ങാൻ ബാക്കിയില്ല എന്നതാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് CPM സംസ്ഥാന സമിതി അംഗങ്ങൾ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ എന്നിവർക്കായി പാർട്ടി ശില്പശാല ഇന്ന് AKG സെന്ററിൽ നടക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം ലക്ഷ്യമിട്ടുള്ള രൂപരേഖ ശില്പശാലയിൽ അവതരിപ്പിക്കും. ഓരോ വാർഡിലും വിജയം ഉറപ്പിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ അടങ്ങുന്നതാണ് രൂപരേഖ.
മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുന്ന ശില്പശാലയിൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കമുള്ള നേതാക്കൾ പങ്കെടുക്കും. മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം.